ഇത് ഡാർക്ക് കോമ്പൗണ്ട്, ഇത് കോയിച്ചർ ചോക്ലേറ്റ്, ഇത് വൈറ്റ് കോയിച്ചർ, ഇത് കോമ്പൗണ്ട്, ഇത് മിൽക്ക് കോയിച്ചർ, ഇത് കോമ്പൗണ്ട്. ടു എക്സ്പെൻസീവ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇത് കോമ്പൗണ്ട്സ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചോക്ലേറ്റ് പറയുന്നത് കോയിച്ചറാണ്. എല്ലാം മിൽക്ക്, ഡാർക്ക് എല്ലാം. ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ബേസ്ഡ് എപ്പോഴും ചോക്ലേറ്റ് ആണ് നല്ലത്, ഹെൽത്തിനും ടേസ്റ്റിനും. പ്രീമിയം ചോക്ലേറ്റ്സ്. കോമ്പൗണ്ടാണ് അധികവും നമ്മൾ ഈ ഗാർണിഷിങ് ചെയ്യൂലേ, ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൽ സ്റ്റിക്ക് ചെയ്യണം, അതിനൊക്കെ കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചോക്ലേറ്റ് സെയിൽ ചെയ്യൂലേ, നമ്മൾ ഉണ്ടാക്കുന്ന ഫില്ലിങ് കൊടുക്കുന്ന ബോൺ ചോക്ലേറ്റ് ഒക്കെ, അത്രയും ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോയിച്ചറാണ് യൂസ് ചെയ്യേണ്ടത്, കോമ്പൗണ്ട് യൂസ് ചെയ്യരുത്. കോയിച്ചറിലാണ് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത്, ബോൺ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫില്ലിങ് വരുന്നത്, അതൊക്കെ ചെയ്യൽ കോയിച്ചറിലാണ്. അത് ഡാർക്കിൽ വരുന്നുണ്ട് കോയിച്ചർ, വൈറ്റിൽ വരുന്നുണ്ട് കോയിച്ചർ, അതുപോലെ മിൽക്കിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ടും എല്ലാ ഫ്ലേവറിലും വരുന്നുണ്ട്. പിന്നെ ഈ കോമ്പൗണ്ടിൻ്റെ എല്ലാ ഫ്ലേവേർഡും വരുന്നുണ്ട്. കോമ്പൗണ്ടിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ വരുന്നുണ്ട്, മാംഗോയുടെ ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് ഫ്ലേവറുകളായിട്ടും കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റിനെ കുറിച്ചുള്ള ഡൗട്ട് മാറിയില്ലേ? ഈ കോമ്പൗണ്ട് നേടിയതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിൽ, അതായത് ഓയിൽ യൂസേജ് ചെയ്യണതാണ്. ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞതെല്ലാം കോവേച്ചറാണ്. ഇതിൽ കൊക്കോ ബട്ടറും നല്ല പെർസെൻറ്റേജ് കൊക്കോ ബീനിൽ നിന്ന് എടുക്കുന്ന കൊക്കോ ബട്ടറും കൊക്കോയും ചേർന്നുണ്ടാക്കുന്ന റിയൽ ചോക്ലേറ്റ് ആണ് എല്ലാ കോയിച്ചറും. ഈ കോയിച്ചറിന് ചോക്ലേറ്റിന് മെൻഷൻ ചെയ്യും, ഇതിനെ കോമ്പൗണ്ട് എന്ന് മെൻഷൻ ചെയ്യും. ഫ്ലേവറുകളെല്ലാം കൂടുതലും വരുന്നത് കോമ്പൗണ്ടിലാണ് കേട്ടോ.